എല്ലാം ഇങ്ങനെ വഴി നീള ഈ പ്രകാശം മഞ്ഞുപോലെ പ്രകാശത്തിലാണ് അദ്ദേഹം നടന്ന് കയറി വരുന്നത്. അങ്ങനെ കയറി വരുമ്പോൾ ജ്യോതിർമയ സ്വാമിയാണ് ആശ്രമത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഗുരു ആശ്രമത്തിലില്ല, ഗുരു എറണാകുളത്ത് പോയിരിക്കുകയാണ്. അപ്പം ഞാനന്ന് അവിടെ എറണാകുളത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ജ്യോതിർമയ സ്വാമി പറഞ്ഞു, ഗുരു ഇവിടെ ഇല്ലല്ലോ, ഗുരു എറണാകുളത്താണ്, ഒരാഴ്ച കഴിയും വരാൻ, നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ മെക്സിക്കോയിൽ നിന്ന് ഇവിടെ വരെ ഗുരുവിനെ അന്വേഷിച്ച് വന്നതാണ്, എനിക്ക് എറണാകുളം വരെ പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പോൾ തന്നെ എറണാകുളത്തേക്ക് വന്നു. അങ്ങനെ കാർലോസ് ഗുസ്മാൻ എറണാകുളത്ത് വന്ന് ഗുരുവിനെ കാണുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ട്. ഇതാണ് പറയുന്നത്, എല്ലാം ഒരു കോയിൻസിഡൻസ് അല്ലേ, ഒന്നും ആക്സിഡൻ്റൽ അല്ല, എല്ലാം പ്ലാൻ ചെയ്ത പോലെയാണ് നടക്കുന്നത്. അപ്പം ഞാനന്ന് അവിടെ കോളേജിൽ പഠിക്കുന്ന സമയമുണ്ട്. അപ്പം ഞാൻ അന്ന് എറണാകുളത്ത് ഗുരു വന്നു എന്നറിയുമ്പോൾ ഗുരു വന്ന് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകും. അങ്ങനെ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്താണ് ഇദ്ദേഹം അവിടെ വരുന്നത്, കാർലോസ് ഗുസ്മാൻ. അപ്പോൾ കാർലോസ് ഗുസ്മാൻ വരികയും അങ്ങനെ ഗുരുവിനെ കാണാനായിട്ട് അദ്ദേഹം മുറിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കണ്ടത് യേശുവിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം എന്നും കാണുന്ന ഗുരുവിൻ്റെ മുഖം, ആ ആളാണ് മുൻപിലിരിക്കുന്നത്. അപ്പോൾ ഗുരുവിനെ കണ്ട ഉടനെ അദ്ദേഹം കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകി അദ്ദേഹം വന്ന് കെട്ടിപ്പിടിച്ചു നമസ്കരിച്ചു. ഗുരു ചിരിച്ചപ്പോൾ ഗുരുവിനോട് ചോദിച്ചു, അങ്ങനെ അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ എത്രയോ ജന്മങ്ങളിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ സംസാരിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ജീസസിനെ ക്രൂസിഫൈ ചെയ്യുമ്പോഴൊക്കെ അത് കണ്ടുകൊണ്ട് നിന്നിരുന്ന് വിഷമിച്ചിരുന്ന ഒരാളായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, ഗുരു ആരാണെന്നും അത് അദ്ദേഹം ലോകത്തിനോട് പറയുന്നതും അതൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. ഇനി ഞാൻ വേറൊരാളുടെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അതായത് നമ്മുടെ CBIയുടെ മുൻ ഡയറക്ടറായിരുന്ന ശ്രീ കാർത്തികേയൻ സാർ, അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇതുപോലൊരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നും അങ്ങനെ, അതായത് ആ കുട്ടി ബാംഗ്ലൂർ പഠിക്കുമ്പോൾ, ഇത് ഒരു കോൺവെൻറ്റിൽ എന്തോ ആണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഇതുപോലത്തെ ദർശനാനുഭവങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ കുട്ടി യേശുവിനെ കാണുന്നുണ്ട്, ഇങ്ങനെ ദർശനത്തിൽ കാണുന്നുണ്ട്. അവിടെ വെച്ച് ഒരു വലിയ സിംഹാസനത്തിൽ യേശു ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ആ സിംഹാസനം ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഭയങ്കര